Good morning, all. Good morning. Good morning. Thank madam. you. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് അമീർ സാർ ആണ്. സാറ് മുമ്പ് നമുക്ക് ഒരു വട്ടം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്, പാരന്റിംഗ് കോച്ചാണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. നിങ്ങൾക്ക് വോയിസ് ഇഷ്യൂ അല്ലെങ്കിൽ സിഗ്നൽ ഇഷ്യൂ ഇല്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. നമുക്ക് സംസാരിച്ച് ഓരോന്ന് ചെയ്യണം. കുറച്ച് പണിയുണ്ട് ഇന്നത്തെ സെഷനിൽ. പറ്റുന്ന ആളുകൾ പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്തോളൂ. അതർവൈസ് യു കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്, നോ പ്രോബ്ലം. ഓക്കെ, ഇന്നത്തെ സെഷന് നമുക്ക് തന്ന ടൈറ്റില് പോസിറ്റീവ് പാരന്റിങ് എന്നാണ്. യെസ്, സാറിന്റെ സിറ്റിംഗ് ക്യാമറ എന്നോട് കറക്റ്റ് കിട്ടുന്നില്ല? ഫേസ് അത്ര ക്ലിയർ ആയി ശരിക്കും കാണുന്നില്ല. കിട്ടുന്നില്ല? ഞാൻ എന്താ പറയാ, എന്റെ ഫ്രണ്ട് നേരെ കമ്പ്യൂട്ടർ ഉണ്ട്, അതുകൊണ്ടാണ്. കാണുന്നുണ്ടോ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ. ഇന്നത്തെ സബ്ജക്ട് പോസിറ്റീവ് പാരന്റിങ് എന്നാണ്. എന്താണ് ഈ പോസിറ്റീവ് പാരന്റിങ്ങും സാധാ പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? സാധാ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാരന്റായി മാറുന്നു നാച്ചുറലി. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല എന്താ സംഭവിക്കുന്നത് എന്ന്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയി വരുന്നതാണ് എന്താ നാട്ടിലെ ക്രിമിനൽസ് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ കൾച്ചറിലെ ആളുകൾ വളർന്നു വരുന്നു എന്നുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളും മിസ്ഗൈഡഡ് ആയി വരുന്നു എന്നതിന് ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റോങ് പാരന്റിങ് ആണ്. അപ്പോ നമുക്ക് റോങ് പാരന്റിങ് എന്ന ആ ടൈറ്റിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും അതുപോലെ തന്നെ അതിനുള്ള പ്രതിവിധികൾ എന്ത് എന്നതിനെ കുറിച്ച് ചെറിയ ഒരു ഡിസ്കഷൻ മാത്രമേ നമുക്കിവിടെ നടക്കുന്നുള്ളൂ. കാരണം നമ്മൾ സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ടൈമാണ്. ഇനി ഞാനൊരു ഹിസ്റ്ററി, ഒരു റിസർച്ച് റിപ്പോർട്ട് പറയാം. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് പാരന്റിങ് എന്ന് പറയുന്നത് വെറും 15 വയസ്സ് വരെ മാത്രമല്ല, അതല്ലെങ്കിൽ 18 വയസ്സ് വരെ മാത്രമല്ല, 24 വയസ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ പല ആളുകൾക്കും അറിയില്ല. നമ്മൾ എന്ത് പറയും? നീ വളർന്നില്ലേ, നീ വലിയ കുട്ടിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ അവന് മനസ്സിലാവാത്ത രൂപത്തിൽ അവനെ ചീത്ത പറയാനും ശാസിക്കാനും തുടങ്ങും. കാരണം എന്താണ്? നമ്മളെന്താ കരുതുന്നത്? എൻ്റെ പാരന്റിങ് ടൈം കഴിഞ്ഞു, ഇനി നീയായി നിയമപരമായി 18 വയസ്സായി, അതുകൊണ്ട് നിനക്ക് നിന്റെ കാര്യം നോക്കാൻ പ്രായമായി, നീ ചെയ്യണമെന്നാണ്. പക്ഷെ ഇവിടെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പറയുന്നത് എന്താണ്? പാരന്റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൈവിടാവുന്ന ഒരു സ്റ്റേജ് വരുന്നത് അൻറ്റിൽ ദ ഏജ് ഓഫ് 24 എന്ന് പറയുന്നത്. കുട്ടികൾ നമ്മൾ സൈക്കോളജിയിൽ പിയാഷെ തിയറികളും അതുപോലെ എറിക്സൺ തിയറികളെല്ലാം പറയുന്നുണ്ട്. അതിൽ ഒന്ന് നമുക്ക് 12 വയസ്സ് വരെ പറയുന്നുണ്ട്. പക്ഷേ എറിക്സൺ തിയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് 18 വയസ്സ് വരെ എത്തുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഒരുപടി കൂടി മുന്നോട്ട് കടന്ന് പറയുന്നുണ്ട് നമ്മോട്, നിങ്ങൾ ആ പറഞ്ഞതെല്ലാം അതിൻ്റെ ടെക്നിക്കലായ വശങ്ങളിലൂടെയും എമോഷണലായ വശങ്ങളിലൂടെയും നിങ്ങൾ പഠിച്ച ശേഷം അതിനൊരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു പാരന്റ് എന്ന തലത്തിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അൻറ്റിൽ ദ ഏജ് ഓഫ് 24 വരെ പോവണം. ഇനി
24th വരെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹി വിൽ ബിക്കം എ ക്രിമിനൽ ഇൻ ദ സൊസൈറ്റി. അതിന് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വളർച്ചാ ഘട്ടത്തില് ഒരു കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ ബിഹേവിയർ ആ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഞാൻ പിയാഷെ തിയറിയിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ അതിൽ ഒരു ഏജിങ് പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പെന്നും പെൻസിലും എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ പിയാഷയുടെ തിയറിയിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 2 years ആ പറയുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പറയുന്നുണ്ട്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ പറയുന്നുണ്ട്. ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് 12 വയസ്സ് മുതൽ അങ്ങോട്ട് പോവാണ്. ഇവിടെയാണ് ഒരു കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ് എന്നൊരു ഏരിയയിലേക്ക് കടക്കുന്നത്. അതായത് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എങ്കിൽ ആ കുട്ടി തന്നെ അതിനൊരു പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് എപ്പോഴാണ്? 12 വയസ്സ് കഴിയണം മിനിമം. അപ്പൊ നമ്മൾ പറയും ഈ 7 വയസ്സായ കുട്ടിയോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതുപോലെ പിന്നെ 7 വയസ്സ് വരെയുള്ള കുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ഒരേ ടോണിലാണ് ബിഹേവ് ചെയ്യുക. നമ്മൾ കുറച്ചൊരു പരിഗണന കൊടുക്കുന്നത് 0 to 2, ഒരു 2 years വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന പിന്നെ ടോട്ടലി മാറുന്നത് 3 വയസ്സ് മുതലേ ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു പരിഗണന എന്നത് 15 വയസ്സ് വരെ ആൾമോസ്റ്റ് സെയിം ആണ്. കുറച്ചൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട്, എറിക്സൺ തിയറിയിൽ എന്താ പറയുന്നത്? അവർ പറയുന്നുണ്ട് അത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് പറയുന്നത് 5 ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പിയാഷയുടെ തിയറിയോട് കൂടി തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണ്? ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. ഈ 2 കാര്യങ്ങൾ ഒരു കുട്ടിയിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ അടിയുറച്ചു വരുന്നത് 1 വയസ്സ് മുതലാണ്. പിന്നെ ഓട്ടോണമി ആൻഡ് ഷെയിം, കുട്ടികൾക്ക് ഷെയിം ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് 1 വയസ്സ് മുതലാണ്. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് ആൻഡ് ഗിൽറ്റി എന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടിയോട് ഒരു കാര്യം പറയണമെങ്കിൽ, നീ അത് ചെയ്യൂ എന്ന് പറയണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു മിനിമം 3 വയസ്സ് വരെ പ്രായമായ ശേഷം മാത്രമേ നമ്മൾ അത്തരം ഇനീഷ്യേറ്റീവ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ ഒരു 6 വയസ്സ് മുതൽ നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ 12 മുതൽ 18 വയസ്സ് വരെ എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടാണ്. സ്ട്രോങ് സപ്പോർട്ട് കൊടുത്തിരിക്കും. കാരണം അവരുടെ ശരീരത്തിലും മനസ്സിലും വലിയ കാലികമായ മാറ്റങ്ങൾ വരുന്ന ഒരു ഏജ് ആണ്. ഏതാണ്? ഐഡന്റിറ്റി ആൻഡ് കൺഫ്യൂഷൻ റോൾ എന്ന് പറയുന്നത്, റോൾ ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടൊക്കെ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ പാരന്റിങ് പോയി എത്തി നിൽക്കുമ്പോൾ ഇനി ഞാൻ എന്ത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ബിഹേവിയറൽ പാറ്റേൺ ചേഞ്ച് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളിലും എഡ്യൂക്കേഷൻ നേടുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ നേടുന്നുണ്ട്, സർട്ടിഫിക്കേഷൻ നേടുന്നുണ്ട്. പക്ഷെ 2 കാര്യങ്ങളിൽ നമുക്ക് അക്കാഡമിക് നോളജ് ഇല്ല. ഒന്ന് ഏതാണ്? പ്രീ മാരിറ്റൽ ട്രെയിനിങ് നമുക്ക് കിട്ടുന്നില്ല, സർട്ടിഫിക്കറ്റ് രൂപത്തിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പാരന്റിങ്ങിൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മറ്റ് ഏതൊരു ഡിഗ്രിയേക്കാളും കൂടുതൽ ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ സമയമെടുത്ത് ട്രെയിൻ ചെയ്ത് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് പ്രീ മാരിറ്റൽ സ്റ്റേജും ആഫ്റ്റർ മാരിറ്റൽ സ്റ്റേജും, അതുപോലെ പാരന്റിങ് ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നു എന്ന് പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ സന്തോഷത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പാരന്റിങ്ങിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി അതിന് വേണ്ട കോഴ്സസ് അല്ലെങ്കിൽ ട്രെയിനിങ്സ് എവിടെ കിട്ടുന്നു അവിടേക്ക് നമ്മൾ ചെന്ന് അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നേടിയെടുക്കണം. തന്നെയുമല്ല ഓരോ ഏജിലും നമ്മളൊരു മെന്റർഷിപ്പോട് കൂടി അവരോട് നിന്നുകൊണ്ട് ഇത്ര വയസ്സായി എൻ്റെ കുട്ടിക്ക്, ഇനി ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എൻ്റെ കുട്ടിക്ക് ഇത്ര വയസ്സായി, ഇന്ന സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് കറക്ഷൻസ് വേണ്ടത്. ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു പാരന്റ് എന്ന നിലക്ക് ഞാനും നിങ്ങളും സമയാസമയങ്ങൾ കറക്ഷൻ നേടിയെടുത്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടലുകൾ നടത്തേണ്ടത്. ഇതില്
കുറെ കാര്യങ്ങൾ ഞാനിപ്പോ നമുക്ക് അക്കാഡമിക് ലെവലിൽ നമ്മൾ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാഡമിക് ലെവലിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി നമുക്ക് എക്സ്റ്റേണൽ മാറ്റേഴ്സ് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവും. എന്താ കാരണം? ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അവന്റെ ഫിസിക്കൽ എലമെന്റ് മാത്രമല്ല, അവന്റെ കുടുംബ പശ്ചാത്തലം മാത്രമല്ല, അവന്റെ ലിവിങ് സോഷ്യൽ എൻവിറോൺമെന്റ് വലിയ സ്വാധീനം ചെലുത്തുമെന്നു എന്ന് പറയുന്നുണ്ട്. ഈ സോഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് പല രൂപത്തിൽ ആ കുട്ടി കാണുന്നുണ്ട്, പല രൂപത്തിൽ ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്, പല രൂപത്തിൽ ആ കുട്ടി നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്താണോ ആ കുട്ടി റിസീവ് ചെയ്യുന്നത് അതിനെ ആ കുട്ടി പലപ്പോഴും സ്വയം കറക്റ്റ് ചെയ്യുന്നുണ്ട്. പല കുട്ടികളും നമ്മൾ റോങ് പാരന്റിങ് നടത്തിയാൽ പോലും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? റോങ് പാരന്റിങ് ആണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുകയും ആ കുട്ടി സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ നല്ലതായി വളർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? റോങ് പാരന്റിങ്ങിന്റെ അടിമകളോ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നേരിടുന്ന ആളുകളാണ്. ഇനി നമുക്കതിനെ കുറച്ച് ഭാഗങ്ങളായി തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വോയിസ് ഒന്ന് റൈസ് ചെയ്താൽ മതി. ഐ വിൽ സ്റ്റോപ്പ് ആൻഡ് ഐ വിൽ ആൻസർ യു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ MSc സൈക്കോളജി അല്ലെങ്കിൽ MSW കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവിടെ നമ്മൾ പഠിച്ച അക്കാഡമിക് തലത്തിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായി നമുക്ക് പാരന്റിങ്ങിനെ നോക്കാം. എന്താണ് 0 to 2 years എന്ന് പറയുന്നത്? നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ആദ്യത്തെ ചോദ്യം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള റോള് അവിടെ ലഭിക്കുന്നത് നർച്ചറിങ് പാരന്റ് ആൻഡ് റെസ്പോൺസീവ് പാരന്റിങ്. ഈ രണ്ട് കാര്യം മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏത്? ടിൽ ദ ഏജ് ഓഫ് 2 years കുട്ടികൾക്ക് വേണ്ട അവരെ നർച്ചറിങ്. നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ അതിന് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കും, അതല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. ഇതാണ് നർച്ചറിങ് എന്ന് പറയുന്നത്. ഒരു കുട്ടി നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഒരു ചെടിയെ നമ്മളെങ്ങനെ കാത്തു വളർത്തി കൊണ്ടുവരുന്നു എന്നതുപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ട അതിന്റെ മാനസികാവസ്ഥക്ക് ഒതുങ്ങുന്ന രൂപത്തിൽ അതിനെ റെസ്പോൺസീവ് പാരന്റിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? ആ കുട്ടിക്ക് റിസീവ് ചെയ്യാൻ മാത്രമേ അപ്പോൾ കഴിയുന്നുള്ളൂ. ആ ഒരു ഏജിൽ ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി, അതിന്റെ ബേസിക് നീഡ്സ് മനസ്സിലാക്കി, അതിന്റെ ആ ഒരു എമോഷണൽ അറ്റാച്ച്മെന്റ് നൽകിക്കൊണ്ട് അതിനെ കൺഫ്രണ്ടിങ് ചെയ്തുകൊണ്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈലി ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ആ കുട്ടി ആ ഒരു 2 വയസ്സ് വരെയുള്ള സമയത്ത് വളരെയധികം ക്രൈസിസ് നേരിട്ട് പോകുന്ന ഒരു സമയമാണ്. അതിനെ നമുക്ക് റുട്ടീൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? റെസ്പോൺസീവ് പാരന്റിങ് എന്നൊരു അവസ്ഥയിലൂടെ കടത്തിക്കൊണ്ടുവരണം. ഈ 2 വയസ്സ് വരെയുള്ള കുട്ടി എന്ന് പറയുന്നത് അതിനെ റിസീവ് ചെയ്യാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പക്ഷെ ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വരുന്ന ഒരു അവസ്ഥയാണ് 0 to 2 years എന്ന് പറയുന്നത്. ഇനി 2 വർഷം കഴിഞ്ഞു, നമ്മളെ കുട്ടിക്ക് 2 വർഷം കഴിഞ്ഞ ശേഷം അടുത്ത ലെവൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസ്പോൺസീവ് പാരന്റിങ് എന്ന ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങണം. എപ്പോഴാണ്? 2 വർഷം കഴിഞ്ഞു. ഇനി 2 വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു അടുത്ത ഏജ് ബ്രാക്കറ്റ് ഏതാ നോക്കണം. ഏതാണ്? 3 വയസ്സ്, 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സമയം നമ്മൾ എടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗൈഡിങ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ? സ്ട്രക്ചേർഡ് പാരന്റിങ്. എന്താണ് ഈ സ്ട്രക്ചേർഡ് പാരന്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് കുട്ടിക്ക് ബേസിക് ഡിസിപ്ലിൻസ് പഠിപ്പിച്ചു കൊടുക്കുക, സോഷ്യൽ ബിഹേവിയർ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ്? ഈ 6 വയസ്സിന്റെ ഉള്ളൊരു കുട്ടിക്ക് നമ്മൾ എന്ത് സോഷ്യൽ ബിഹേവിയറാണ് പഠിപ്പിച്ചു കൊടുക്കുക? കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ടോയ്ലറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നമുക്ക് കുറെ ക്ലിയർ റൂൾസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഈ ഒരു സമയത്ത് ഈ കുട്ടി എന്താണോ പഠിക്കുന്നത് അതാണ് ഭാവിയിൽ നമ്മൾ കാണുന്ന കുട്ടി. എവിടുന്ന് തുടങ്ങും? 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ വളരെ ക്രിട്ടിക്കലായി ആ കുട്ടി നമ്മളെ ഒബ്സർവ് ചെയ്യുക. പാരന്റിനെ, അച്ഛനെയും അമ്മയെയും അതുപോലെ എൻവിറോൺമെന്റിനെ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അതിനോട് ബിഹേവ് ചെയ്യുന്ന ഒരു ഏജാണ് ടിൽ ദ ഏജ് ഓഫ് 6 years എന്ന് പറയുന്നത്.
അവിടെ നമുക്ക് നമ്മുടെ ഗോൾ എന്താണ്? ഡെവലപ്ഡ് സെൽഫ് കൺട്രോൾ ആൻഡ് കോപ്പറേഷൻ. കുട്ടിയിലെ എന്താണ്? സെൽഫ് കൺട്രോൾ വളർത്തിയെടുക്കുക. കുട്ടി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടിയെ സ്വയം ചെയ്യാൻ പഠിപ്പിച്ചെടുക്കുക. മുമ്പ് നമ്മൾ 0 to 2 years എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? കുട്ടിയിൽ ട്രസ്റ്റ്, എമോഷണൽ സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ് മാത്രമേ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ അച്ഛനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ ചുറ്റുപാടിനോട് ആ കുട്ടിക്ക് ഒരു വിശ്വാസം വരുത്തിയെടുക്കുക. ഒരു എമോഷണൽ സെക്യൂരിറ്റി, ഞാൻ സേഫാണ് എന്ന കുട്ടിക്ക് തോന്നിയാൽ മതി. അവിടെയാണ് അതിന്റെ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ സേഫായി വരുന്നത്. 2 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സിലേക്ക് എത്തുമ്പോൾ അത് മാത്രം പോരാ. ആ കുട്ടിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അവിടെ എന്ത് ചെയ്യണം? സെൽഫ് കൺട്രോൾ നമുക്ക് കൊണ്ടുവരണം. ഇനി 6 വയസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു സമയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നർച്ചറിങ് പാരന്റിങ് അല്ലെങ്കിൽ റെസ്പോൺസീവ് പാരന്റിങ് സ്റ്റേജിൽ നിന്ന് നമ്മൾ മാറി ഗൈഡിങ് പാരന്റിങ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പാരന്റിങ്ങിലേക്ക് വന്നു. ഇനി അടുത്ത ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടീച്ചിങ് ആൻഡ് സപ്പോർട്ടീവ് പാരന്റിങ്. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ 6ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 4 വയസ്സ് മുതലൊക്കെ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടാവാം. പക്ഷെ ആ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് സ്ട്രക്ചേർഡ് പാരന്റിങ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷനാണ്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷെ ഒരു ടീച്ചിങ് എന്ന അർത്ഥത്തിൽ നമ്മൾ ആ കുട്ടിയിലേക്ക് കടന്നു ചെല്ലേണ്ടത് എപ്പോഴാണ്? 7 വയസ്സ് മുതലാണ്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നിങ്ങൾ എന്താണ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആ കുട്ടി അത് കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഈ ടീച്ചിങ് ആൻഡ് സപ്പോർട്ടീവ് പാരന്റിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടിയുടെ സ്കില്ല് എന്താണോ അത് കണ്ടെത്തുക. അതുപോലെ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? ഈ ഒരു ഏജിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ റിയാലിറ്റി ആ കുട്ടിക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടീവ് വിത്ത് ഇൻക്രീസിങ് എക്സ്പെക്ടേഷൻസ്. നമുക്ക് എങ്ങനെ ആ കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്പോർട്സിൽ വിജയിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 7 to 12 years ആണ്. അതുപോലെ തന്നെ സ്കൂൾ എൻവിറോൺമെന്റ്, അതുപോലെ ഹോബീസ്, പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 7 years കഴിഞ്ഞ ശേഷമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്, ഈ ടീച്ചിങ് ആൻഡ് സപ്പോർട്ടീവ് പാരന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡ് കോമ്പിറ്റൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. കുട്ടിയെ സ്വയം പ്രാപ്തമാക്കുക, അതുപോലെ തന്നെ ചുറ്റുപാടിനനുസരിച്ച് ആ കുട്ടിയെ മാറാനും ചിന്തിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. 12 കഴിഞ്ഞു. ഇനി 12 മുതൽ 15 വയസ്സ് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഏജിൽ ഞാൻ തന്ന ഏജില് പല ഏജും കൃത്യമായ ഒരേ ഫോമിലല്ല വരുന്നത്. ഇനി 12 മുതൽ നമ്മൾ ആകെ നെക്സ്റ്റ് 3 വർഷം നമ്മൾ പഠിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു വലിയ റോള് വരുന്നത്. എന്താണ്? ബാലൻസ്ഡ് പാരന്റിങ്. ഇവിടെ നിന്ന് ഫേം ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച് നമ്മൾ സത്യങ്ങളെ കുട്ടിക്ക് വെളിവാക്കി കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ. ഇതാണ് ബാലൻസ്ഡ് പാരന്റിങ്. എന്താണ്? കുട്ടിയോടുള്ള ഒരു കുട്ടിത്വവും അതുപോലെ തന്നെ അവന്റെ ഉത്തരവാദിത്വം അവൻ്റെതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി പ്രകൃതിയിലെ കുറച്ച് റെസ്പോൺസിബിലിറ്റികളും അതുപോലെ പ്രകൃതിയും നമ്മുടെ സൊസൈറ്റിയും നിന്നിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി അവന് പറഞ്ഞു കൊടുക്കുന്നതാണ് ബാലൻസ്ഡ് പാരന്റിങ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന പാരന്റിൽ നിന്നും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും കഴിഞ്ഞ് ഈ കുട്ടി കുറച്ച് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് കൂടി വരികയാണ്. അപ്പോൾ സൊസൈറ്റി എന്താണ് എന്നും സൊസൈറ്റി എങ്ങനെ നിന്നെ നോക്കിക്കാണുന്നു എന്നും കൂടി നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ടൈമാണ് ബിറ്റ്വീൻ 13 to 15 years. ഇവിടുത്തെ ഫോക്കസ് എന്താണ്? എമോഷണൽ ചേഞ്ചസ്. കുട്ടിയിലെ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ വീട്ടിലെങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നെ കാണുന്ന ആളുകളോട് നീ എങ്ങനെ പെരുമാറണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ കുട്ടിക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ആ സമയത്ത്
ആ കുട്ടിയോട് പറയണം, ഈ ഒരു ഏജിൽ നിനക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണ്, അത് തന്നെ നിനക്കും ഉള്ളൂ, നിനക്കായി ഒരു പ്രശ്നം ഇല്ല. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് നിന്നിൽ നിന്നും മാറിപ്പോയി നീ വലിയൊരാളായി മാറും, നീ വലിയൊരു സൂപ്പർമാനായി മാറും എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ആ കുട്ടിക്ക് ബോധ്യം വരും. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു ഏജൊക്കെയാണ് ഇത്. അപ്പൊ അതിൽ നിന്നും അവനെ മറികടക്കാൻ അല്ലെങ്കിൽ അവളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു ഏജാണ് ഈ ബാലൻസ്ഡ് പാരന്റിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 12 വർഷം വരെ നമ്മൾ ഈ കുട്ടിയെ വളരെ കൺട്രോൾഡ് ആയിരുന്നു. ആ കുട്ടിയെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവനെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ലൂസ് കൺട്രോൾ കൊടുക്കണം. എങ്ങനെ? അവന് സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏജായി എന്ന് ആ കുട്ടിക്ക് തോന്നണം. അതുപോലെ തന്നെ അവനിൽ കുറച്ച് കൺട്രോൾ നമ്മൾ കുറക്കുക. എങ്ങനെ? ചുറ്റുപാടിൽ ഒരു കടയിലേക്ക് പറഞ്ഞയച്ച് ഒരു സാധനം വാങ്ങി വരാൻ പറ്റുമെങ്കിൽ ആ കുട്ടിയെ അതിന് പ്രാപ്തമാക്കുക. അല്ലാതെ ഞാൻ മാത്രം പോയി വാങ്ങി കൊണ്ടുവരാം, നീ വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ എൻഡ് അപ്പ് വിത്ത് എ ക്രൈസിസ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒന്ന് മൂവ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഇത്. ഇതിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ മുതൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങും. അതായത് കുട്ടികൾക്ക് ലിസണിങ് സ്കില്ല്, അതുപോലെ സെറ്റിംഗ് ബൗണ്ടറീസ്, ഡിസ്കസിങ് വാല്യൂസ്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഏജാണ് ഏറ്റവും ബെറ്റർ. അവർക്ക് ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ, വാല്യൂസ്, പ്രയോറിറ്റികൾ, പ്രൈമറി നീഡ്സ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില അതിരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏത്? ഈ 13 to 15 ഇത് അങ്ങനെ ചെയ്യരുത്, അവിടേക്ക് പോകരുത്, ഇങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെ പ്രവർത്തിക്കരുത്. ഈ ബൗണ്ടറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട പ്രായവും പറഞ്ഞു കൊടുക്കേണ്ട സമയവും എപ്പോഴാണ്? 13 to 15. അപ്പൊ എന്താണ്? ഇതൊന്നും നമ്മൾ ഏജ് മാറി പ്രവർത്തിക്കരുത്. ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട്. എപ്പോഴാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മൾ ഒരിക്കലും 7 yearsലേക്ക് പോകാൻ പാടില്ല. അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് പോയാണ്ട് കോൺക്രീറ്റ് ബൗണ്ടറീസാണ് ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദം നാവിഗേറ്റ് പിയർ പ്രഷർ ആൻഡ് എമോഷൻസ്. അവരുടെ ഈ പിയർ പ്രഷർ ഉള്ള ഒരു സമയമാണ് 13 to 15 എന്ന് പറയുന്നത്. അപ്പോൾ ആ പിയർ പ്രഷറിൽ നിന്നും അവരെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ നല്ല ഒരു മെത്തേഡാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ലെസ് കൺട്രോൾ കൊടുത്തുകൊണ്ട് അവരെ ഐഡന്റിറ്റി ക്രൈസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എമോഷണൽ ചേഞ്ചസ് വന്നുകൊണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. അതല്ല എങ്കിൽ ഈ കുട്ടി ഈ ഒരു ഏജിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റം ചിന്തിക്കുകയും ഈ കുട്ടി നമ്മോട് ഒരു റിബൽ സൈക്കോളജി എടുക്കാൻ തുടങ്ങും. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നെല്ലാം വോയിസ് എടുത്തുകൊണ്ടുവരും. ഇവിടെയാണ് നമ്മൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. നീ ചിന്തിക്കുന്നത് നിന്റെ ഒരു പിയർ പ്രഷർ കൊണ്ടുള്ള ഒരു ഏജിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. ദിസ് ഇസ് നോട്ട് യുവർ ക്യാരക്ടർ എന്ന് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും, എനിക്ക് വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല, അതൊരു എമോഷണൽ ചേഞ്ചസ് മാത്രമാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കും. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ്. ലേറ്റ് അഡോളസൻസ് എന്നാണ് അതിന് പറയുന്നത്. എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? 15 മുതൽ 18 വയസ്സ് വരെ. ഇവിടെ നമ്മുടെ യഥാർത്ഥ പാരന്റിങ് തുടങ്ങാണ്. ഇവിടെ നമ്മൾ നമ്മുടെ പാരന്റിങ്ങിന് പറയുന്ന പേരാണ് മെന്ററിങ് പാരന്റിങ് എന്നാണ് അതിന് പറയുന്നത്. ഇതിന്റെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ബിൽഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു കാര്യത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവിന് പ്രാപ്തമാക്കുക. നീ അത് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അത് ഞാൻ ചെയ്യേണ്ടിയിരുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നണം. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കട്ടെ, അങ്കിളിനോട് ചോദിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം നീ അത് ചെയ്യ്, ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു അമ്മേ, അല്ലെങ്കിൽ അച്ഛൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആ കുട്ടിക്ക് സ്വയം പറയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്ററിങ് പാരന്റിങ് വർക്ക് ചെയ്യുന്നു എന്നർത്ഥം. ഇവിടെ അവരെ സെൽഫ് കൺട്രോൾ എടുക്കാനും അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈഡ് ചെയ്യാനും അവർക്ക് കഴിയണം ഈ ഒരു ഏജിൽ. അതുപോലെ തന്നെ മണി മാറ്റേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ചോയ്സസ്, ഇതിനെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് ഏത്? ഈ 16 മുതൽ 18 വയസ്സ് വരെ ഏജ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഏജിൽ നമ്മൾ സ്കൂളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്.
അപ്പൊ അവരെ അക്കാഡമിക് സബ്ജക്റ്റും നമ്മൾ ഈ പാരന്റിങ്ങുമായി ഏകദേശം കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ മണി മാറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ഓഫ് ടൈമിങ്ങും എല്ലാം നമുക്ക് അവർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ 16 to 18 എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രോപ്പർ ഗോൾ എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ അഡൽട്ട് റെസ്പോൺസിബിലിറ്റീസ്. നമ്മളിങ്ങനെ മെന്ററിങ് എന്ന് പറയുന്നത് ലേറ്റ് അഡോളസൻസ് ഏജ് 16 to 18 എന്നെല്ലാം പറയുമ്പോൾ ഈ കുട്ടി സത്യത്തില് എന്താണ് അഡൽട്ട് ആയിട്ടില്ല, ഇവൻ ഇനിയും മുന്നോട്ട് പോകണ്ട്, പക്ഷെ ഫിസിക്കലി അവനായിട്ടുണ്ടാവാം. ഇവനെ കൂടുതൽ അഡൽട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ ബോധ്യപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമാണ് എപ്പോൾ ഈ 16 മുതൽ 18 വയസ്സ് മുതൽ. നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ നല്ലത്, ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടി നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ഇനി അടുത്തത് നമുക്ക് അടുത്ത പാരന്റിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എമർജിങ് അഡൽട്ട്ഹുഡ് എന്നാണ് പറയുന്നത്. എന്താണ് എമർജിങ് അഡൽട്ട്ഹുഡ്? അതിന് പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്. ഈ 24 വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പറഞ്ഞ ആ ഒരു ഏജിലേക്ക് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ കുട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നമുക്കൊരു ഓട്ടോണമി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു കരിയർ കൾച്ചർ അവനിൽ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്താണ് എന്നും എങ്ങനെയാണെന്നും എവിടെ വരെയാവുമെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു പർട്ടിക്കുലർ ഏജ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം കുട്ടികൾ അപകടത്തിൽ ചെന്ന് ചാടുകയും പലപ്പോഴും നമുക്ക് അവരെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ഒരു ഈ പർട്ടിക്കുലർ ഏജ് ആണ് ഈ 19 to അല്ലെങ്കിൽ 18 to 24 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാൻ കഴിയണം, ഈ അഡ്വൈസറി പാരന്റിങ്ങിൽ നമുക്ക് പറയാൻ കഴിയണം, സി യുവർ റിലേഷൻഷിപ്പ് ഈസ് ഗോയിങ് റോങ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിന്റെ കരിയർ ഈസ് ഗോയിങ് റോങ്, യു ഹാവ് ടു ചൂസ് യുവർ കരിയർ വിത്ത് ദിസ് ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ്. അങ്ങനെ ഒരു ഓട്ടോണമി അവനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അഡ്വൈസറി പാരന്റിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മെന്ററിങ് എന്നത്. അവിടെ ഒരു മെന്റർ എന്താണോ പറയുന്നത്, ഒരു കൺസൾട്ടന്റ് എന്താണോ പറയുന്നത്, ആ ഒരു ഭാഷയിലാണ് നമ്മൾ കുട്ടിയോട് പറയേണ്ടത്. നമ്മുടെ ബോഡിയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജും നമ്മൾ മാറണം. നമ്മൾ പാരന്റ് എന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ പാരന്റ് ആണ്, യെസ് ഐ ആം യുവർ പാരന്റ്, പക്ഷെ ഇനി ഈ വിഷയത്തിൽ എനിക്ക് നിന്നോട് പറയേണ്ടത് ഒരു മെന്ററിങ് സ്റ്റേജിൽ നിന്നോട് സംസാരിക്കണം, അതുപോലെ ഒരു കൺസൾട്ടന്റായി നിന്നോട് സംസാരിക്കേണ്ട ഏജാണ്. കാരണം നിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു വന്ന ആളാണ് ഞാൻ, എല്ലാ ആളുകളുടെയും ജീവിതം കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് രക്ഷപ്പെടാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയാനും പിന്നെ അവനെ കേൾക്കാനും പ്രാപ്തനാക്കുന്നത്? ഇറ്റ് മീൻസ് റെസ്പെക്ടിങ് ഇൻഡിപെൻഡൻസ് വൈൽ ഓഫറിങ് സപ്പോർട്ട്. ഞാൻ ഇത് പറഞ്ഞത് അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും പ്രാപ്തമാക്കുക. കാരണം ഈ ഒരു ഏജിലാണ് നമ്മളുടെ കയ്യിൽ നിന്നും അവൻ കൈവിട്ട് പോകുന്ന ലാസ്റ്റ് സ്റ്റേജ്. 0 മുതൽ 2 പിന്നെ 2 മുതൽ അങ്ങനെ ഏജ് ഘട്ടം ഘട്ടമായി കൊടുന്ന് ഈ 6ാമത്തെ സ്റ്റേജില് നമ്മുടെ പാരന്റിങ് തീരാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ ഒരു സമയം എത്തുമ്പോഴേക്കും നിങ്ങളും വളർന്നിട്ടുണ്ടാവും, അവനും വളർന്നിട്ടുണ്ടാവും. അപ്പോ ആ ഒരു ഏജ് എത്തുമ്പോൾ നിങ്ങൾ പാരന്റിങ്ങിൽ ഒരു എക്സ്പെർട്ടായി മാറിയിട്ടുണ്ടാവും, നിങ്ങൾ പാരന്റിങ് നൽകുന്നതിൽ ഒരു മെന്ററായി മാറിയിട്ടുണ്ടാവും, നിങ്ങൾ പാരന്റിങ് നൽകുന്നതിൽ ഒരു കൺസൾട്ടന്റ് ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കുട്ടിക്കും നിങ്ങളുടെ ചുറ്റുപാടിലെ വളർന്ന കുട്ടികൾക്കും ഏറ്റവും നല്ല പാരന്റിങ് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിയായി നമ്മൾ മാറിയിട്ടുണ്ടാവും. എങ്ങനെ? ഈ അറിവുകൾ നമ്മൾ ഘട്ടം ഘട്ടമായി പഠിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി നാച്ചുറായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് പറയുന്ന പേരാണ് പാരന്റിങ് വിത്ത് എ ബിഗ് പിക്ചർ. പാരന്റിങ് വിത്ത് എ ബിഗ് പിക്ചർ എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഡൗൺസ് നിങ്ങൾ കീപ്പ് ചെയ്യാം. അതിന് ഒന്നും കൂടി പിന്നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതായത് 0 to 6 years കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്ഷൻ കൊടുക്കുക.
അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. കുട്ടിക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതി, കുട്ടി അങ്ങനെ ചെയ്തോളും. അങ്ങനെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യണം? നമ്മൾ കോച്ചിങ് ആണ് കൊടുക്കേണ്ടത്. എങ്ങനെ? കളിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ഇറങ്ങി നിന്ന് കളിക്കുക. അതുപോലെ കുട്ടിയോട് പിന്നെ പലതരത്തിലുള്ള കളിതമാശകൾ നടത്തുക. കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന്റെ അതിന്റെ ഒരു തീവ്രതയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും മനസ്സിലാക്കി കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ഇനി 12 മുതൽ 18 വയസ്സിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കോച്ചല്ല, നമ്മളൊരു ഗൈഡായി മാറും. ഈ ഒരു ഏജിൽ അവിടെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അപകടമാണ്, അവനെ കോച്ചിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലും അപകടമാണ്. അവിടെ അവൻ ആവശ്യം ഒരു ഗൈഡാണ്. അവര് സ്വീകരിക്കുന്നത് കോച്ചിനെ സ്വീകരിക്കുന്നില്ല, അവന് ഡയറക്ഷൻ കൊടുക്കുന്നത് സ്വീകരിക്കാൻ അവരെ മനസ്സ് സമ്മതിക്കൂല. ആ ഒരു ഏജിൽ അവരുടെ സൈക്കോളജിയിൽ അവർ സ്വീകരിക്കുന്ന ഒരേ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗൈഡിനെയാണ്. യു ബി മൈ ഗൈഡ് എന്നാണ് പറയുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് 18 മുതൽ 24 വയസ്സിലേക്ക് ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്കൊരു അഡ്വൈസറായി മാറാൻ പറ്റും. അപ്പൊ കുട്ടി എന്നോട് പറയും, അച്ഛാ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? നിങ്ങൾ അഡ്വൈസറായി ആ കുട്ടി നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്നും ചില ഉപദേശങ്ങൾ ആ കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. അപ്പോ ഈ 18 മുതൽ 24 വയസ്സ് വരെ ഒരു ഏജിൽ നിങ്ങൾ ഡയറക്ഷൻ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഡൂയിങ് റോങ്. ഈ ഒരു സമയം നിങ്ങൾ കോച്ചായി മാറി എന്ത് സംഭവിക്കും? ഓക്കെ, ഞാൻ വരാം, ഞാൻ നിനക്ക് കാണിച്ചു തരാം, പഠിപ്പിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് എന്താ സംഭവിക്കും? യു വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അവിടെ ഗൈഡിനേക്കാൾ ഉയർന്ന് നമ്മൾ ചിന്തിക്കണം, ഒരു അഡ്വൈസറായി മാറണം. ഇതാണ് ഇന്നത്തെ പാരന്റിങ് സെഷനിൽ എനിക്ക് തോന്നുന്നു. നമ്മൾ സമയം കഴിഞ്ഞോ സജന? സമയം കഴിഞ്ഞോ? ഇല്ല ഹലോ, സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. കഴിഞ്ഞോ? നമ്മുടെ മാക്സിമം ഒരു 6:15 ഓക്കെ വരെയൊക്കെയാണ് സെഷൻ. ഓക്കെ, പോവാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പാരന്റിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഫാമിലി എൻവിറോൺമെന്റ്, ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇയർലി ഇൻഫ്ലുവൻസ്. ഒരു കുട്ടിയുടെ വിഷയത്തില് നമ്മൾ സൈക്കോളജി പഠിച്ച ആളുകളും പഠിക്കുന്ന ആളുകളാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ആ കുടുംബത്തിന്റെ ഭാഗം ആയ ശേഷമാണ് അവൻ ഒരു എൻവിറോൺമെന്റ് ഭാഗമാവുന്നതും ഒരു സൊസൈറ്റിയുടെ ഭാഗമാവുന്നതും. ഇതിൽ ഓരോ ഏജിലും ഒരു കുട്ടിയിൽ വരുന്ന ഏർലി ഇൻഫ്ലുവൻസ് എന്താണോ അവൻ അതിൽ നിന്നുമാണ് പാഠം പഠിക്കുന്നത്. അവിടെ നിങ്ങൾ ഒരു കുട്ടിയെ നെഗ്ലക്ട് ചെയ്യുന്നു, എന്താ സംഭവിക്കുക? ആ കുട്ടി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. അതുപോലെ ഒരു കുട്ടിയെ നിങ്ങൾ ആ ഏജിൽ അബ്യൂസ് ചെയ്യുന്നു, ആ കുട്ടിയുടെ ഓർമ്മ ജീവിതകാലം മുഴുവൻ ആ ഒരു ഓർമ്മ നിലനിൽക്കും. ഇയർലി ഇൻഫ്ലുവൻസിന്റെ ഒരു പ്രശ്നം അതാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ. ഒരു കുട്ടിക്ക് നിങ്ങൾ ഏറ്റവും അധികം കൊടുക്കേണ്ടത് ഒരു സൂപ്പർവിഷൻ ആണ് ഇയർലി സ്റ്റേജിൽ. ആ കുട്ടിക്ക് ഷൂ ഇടാൻ അറിയില്ല, ചെരുപ്പ് ധരിക്കാൻ അറിയില്ല, ചെരുപ്പ് എങ്ങനെയാണ് വെക്കേണ്ടത്, റാക്കിൽ വെക്കേണ്ടത് അറിയില്ല. ഈ ഒരു ഏജിലൊക്കെ ഈ ഇയർലി ഇൻഫ്ലുവൻസിന്റെ ടൈമിൽ നിങ്ങൾ പലപ്പോഴും കുട്ടികൾ ചെരുപ്പ് ഇടുന്ന നോക്കിയ പിന്നെ കാണാം, ലെഫ്റ്റ് ലെഫ്റ്റിലൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും കുട്ടികൾ. കാരണം എന്താണ്? യു ആർ നോട്ട് ഗിവിംഗ് ദ സൂപ്പർവിഷൻ. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ കാലിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇവിടെയാണ് ഈ ചെരുപ്പ് ഇങ്ങനെ സൂട്ടായി വരുന്നത്, ഇങ്ങനെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കാലിന്റെ അതേ ഷേപ്പിലാണ് ആ ചെരുപ്പ് ഉണ്ടാവുക. അപ്പൊ അത് കാണിച്ചു കൊടുക്കുക, വിഷ്വലായി കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അതല്ലെങ്കിൽ ആ കുട്ടികൾ വീണ്ടും മിസ്റ്റേക്സ് ചെയ്യും. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ഇയർലി ഇൻഫ്ലുവൻസ് സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു ഷർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പാന്റ് ഇട്ട ശേഷം എങ്ങനെയാണ് ബട്ടൺസ് ക്ലിയർ ചെയ്യേണ്ടത് കുട്ടികൾക്ക് അറിയില്ല. പല രൂപത്തിലായിരിക്കും നമ്മുടെ കുട്ടികൾ ഷർട്ട് ഇടുന്നത്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് ഓരോ ദിവസവും ഓരോ കാര്യം പറഞ്ഞു കൊടുത്താൽ തന്നെ ഇയർലി ലൈഫിൽ ഇയർലി ഇൻഫ്ലുവൻസ് വളരെ ബെറ്റർ ആയി കിട്ടും. പിന്നെ കൺസിസ്റ്റന്റ് ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിയെ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കൂ, സാറ്റർഡേ സൺഡേ ഒക്കെ ഉറങ്ങാൻ അനുവദിക്കൂ. പക്ഷെ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് പറഞ്ഞു, നീ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പോർഷൻ നിങ്ങൾക്ക്
പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. ഒരു 6 മണിക്കോ കുറച്ച് നേരത്തൊക്കെ എണീക്കാൻ പഠിപ്പിക്കുക കുട്ടിയെ. അപ്പൊ ആ കുട്ടി മനസ്സിലാക്കും പിന്നെ നേരത്തെ എണീറ്റാലുള്ള ഗുണങ്ങൾ എന്താണ്, കൂടുതൽ ഉറങ്ങിയാലുള്ള ദോഷങ്ങൾ എന്താണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ എമോഷണൽ സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ള സമയമാണ് ഈ ഇയർലി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് പിയർ പ്രഷർ ആൻഡ് സോഷ്യൽ സർക്കിൾസ് എന്ന് പറയുന്നത്. ഏറ്റവും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് പിയർ പ്രഷർ. എന്താണ് പിയർ പ്രഷർ? ഈ പിയർ പ്രഷർ എന്ന് പറയുന്നത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ വാണ്ടും നീടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. എനിക്കത് വേണം, അത് വാണ്ടാണ്. നീഡ് എന്ന് പറയുന്നത് വാണ്ടല്ല. നീഡ് എന്ന് പറയുന്നത് നിനക്ക് ആവശ്യമുള്ളതാണ്. പലപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് വാണ്ട് എന്ന് പറയുന്നത്. നീഡ് എന്താണ് എന്ന് വാണ്ട് എന്താണ് എന്നും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, എനിക്ക് എന്ന സാധനം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കത് നിന്റെ കയ്യിൽ ആൾറെഡി വീട്ടിലുണ്ട്. ഇനി അത് അഡീഷണൽ ആയിട്ട് വാങ്ങുക എന്ന് പറയുന്നത് നമുക്ക് ഓവർ എക്സ്പെൻസ് ആണ്. അത് നിനക്ക് ഒഴിവാക്കിയാൽ നമുക്ക് ഇന്ന ഗുണങ്ങളുണ്ട്. ഈ വാണ്ടും നീഡ്സ് നമുക്ക് കൃത്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഒരേ സാധനങ്ങൾ പല ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഡ്രസ്സ് വാങ്ങുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവർ എല്ലാ ആഴ്ചകളിലും ഒരു ഡ്രസ്സ് പോയി എടുക്കും. ഒരു തെറ്റായ ഐഡന്റിറ്റിയാണ്. ഒരു കല്യാണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുക്കുന്ന സ്വഭാവം ഞാൻ പല ആളുകളിലും കണ്ടിട്ടുണ്ട്. അത് വാണ്ടാണ്, പക്ഷെ അത് നീഡല്ല. ഒരിക്കലും ഒരു കല്യാണത്തിന് നിങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് മാത്രമേ കല്യാണത്തിന് പങ്കെടുക്കാവുന്നു എന്നൊരു നിയമമല്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കറുത്ത നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യണം എന്നൊരു തെറ്റായ ധാരണ ഞാനും എഴുതി വെച്ചു എൻ്റെ മനസ്സിൽ. ഇതൊക്കെയാണ് നമ്മുടെ പിയർ പ്രഷർ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അവിടെയൊക്കെ നമ്മൾ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മൾ ഒരു യഥാർത്ഥ വ്യക്തിത്വം നിലകൊള്ളുകയും അടിയുറച്ച് വളരുകയും ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് എവിടെ സംഭവിക്കുന്ന എന്താണ്, കറക്റ്റ് പാരന്റിങ് വന്നാൽ ഇതൊക്കെ നാച്ചുറലി സംഭവിക്കും. ഇതൊന്നും പാരന്റിങ്ങിന് വന്നിട്ടില്ല എങ്കിൽ എന്താ, നാളെ ഈ കുട്ടിയെ ഒരു ഏജ് 18 വയസ്സാകുമ്പോൾ കുട്ടിയെ പോലീസ് പിടിക്കും, കഞ്ചാവ് പിടിക്കും, MDMA പിടിക്കും. ആരാണ് പിന്നെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്? കുട്ടി. എന്താണ് അതിന് കാരണം? റോങ് പാരന്റിങ്. കുട്ടിക്ക് കൊടുക്കേണ്ട എമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല, കുട്ടിയെ ചേർത്ത് പിടിക്കുന്നില്ല, അവന്റെ പിയർ പ്രഷർ മനസ്സിലാക്കുന്നില്ല, അവനെ ഗൈഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ അപ്പൊ നമ്മൾ സത്യത്തിൽ ആരെ ജയിലിൽ അടക്കേണ്ടത്? പാരന്റിനെ. പക്ഷെ ബൈ മിസ്റ്റേക്ക് ബൈ ലോ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കുട്ടിയാണ് നമ്മൾ ജയിലിൽ അടക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരാളെ നമ്മളൊരു കത്തി എടുത്ത് കുത്തി, ഞാനാണ് കുത്തുന്നത്, പക്ഷെ ശിക്ഷിക്കപ്പെടുന്നത് കത്തിയാണ് എന്നതുപോലെയാണ് ഈ കുട്ടിയെ നമ്മൾ ശിക്ഷിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഒരു കുട്ടിയിൽ പലപ്പോഴും ആ കുട്ടി വഴിതെറ്റാൻ ഒരു കാരണം, എൻവിറോൺമെന്റൽ കാരണം എന്ന് പറയുന്നത് പോവർട്ടി, ദാരിദ്ര്യം, എക്കണോമിക് സ്ട്രെസ്, സാമ്പത്തിക പിന്നെ എന്താണ് സ്വാധീനമില്ലായ്മ. ഇതും നമ്മളുടെ കുട്ടികളിൽ എന്ത് വരുത്തുന്നുണ്ട്? മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇവിടെയാണ് ധാർമ്മികത വളർത്തേണ്ടത്. എങ്ങനെ? പോവർട്ടി എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല ലോങ് ടേമിൽ, അതിനെ നമ്മൾ സർവൈവ് ചെയ്ത് പോകണം. അതുപോലെ എക്കണോമിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അതിനനുസരിച്ച് നമ്മൾ മാറ്റപ്പെടണം. എങ്ങനെ? ഈ പാരന്റ് മാറണം, അതിനനുസരിച്ച് കുട്ടികളുടെ ലൈഫിനെയും നമ്മൾ റീഡിസൈൻ ചെയ്ത് കൊടുക്കണം, കുട്ടികളുടെ നീഡ്സിനെയും വാണ്ട്സിനെയും നമ്മൾ റീഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ കുട്ടിയെ വളർത്തുന്നു, നിങ്ങൾക്ക് കുട്ടിയുടെ വാണ്ട്സും നീഡ്സും റീഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിയർ പ്രഷർ കാരണം ഈ കുട്ടിക്ക് അവൻ നേടുന്ന പോവർട്ടി, ദാരിദ്ര്യം വലിയ പ്രശ്നമായി അവന് ഫീൽ ചെയ്യും. എക്കണോമിക് സ്ട്രെസ് അവന് വലിയ പ്രശ്നമായി ഫീൽ ചെയ്യും. കുട്ടിയോട് പറയാം, നിനക്ക് ഇപ്പൊ ബൈക്ക് വേണ്ട, നീ ബസ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആ ബസ്സിൽ കയറുക എന്നതും ബസ്സിലൂടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതും ആ കുട്ടിക്ക് ഒരു അഭിമാനമായി തോന്നണമെങ്കിൽ പ്രോപ്പർ പാരന്റിങ് അത്യാവശ്യമാണ്. അവിടെയാണ് നിങ്ങൾ കൺസൾട്ടന്റായി മാറുന്നു എന്നതിന് തെളിവ്. അതുപോലെയാണ് എഡ്യൂക്കേഷൻ, സ്കൂൾ എക്സ്പീരിയൻസ്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്
നമ്മൾ പറയുന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷയിൽ നമുക്ക് പരിമിതിയുണ്ട്. കാരണം ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സാം പാസ്സാവാനുള്ള എഡ്യൂക്കേഷനാണ്. പക്ഷെ ഈ എക്സാം പാസ്സാവാനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പാസ്സാവാൻ കഴിയാത്തത്. ഇവിടെയാണ് നമുക്ക് എവിടൊക്കെയാണ് കറക്ഷൻസ് വേണ്ടത്. നമുക്ക് പോർ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടോ അത് ഈ നമ്മൾ ഏജിൽ കണ്ടെത്തണം. അതുപോലെ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ക്യാരക്ടർ അവന് വളരുന്നുണ്ടോ നമ്മൾ കണ്ടെത്തണം. പല കുട്ടികളും പറയും ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ, എന്താ പിന്നെ പഠിക്കാത്തത്, ഞാൻ നിർത്തി. ആരാ നിർത്തുന്നത്? ഞാനാ നിർത്തുന്നത്. ഇവിടെ അവൻ നിർത്തുമ്പോൾ അവന്റെ പാരന്റിന്റെ ഇടപെടൽ സംഭവിക്കുന്നില്ല. സൊസൈറ്റിയിൽ നിന്ന് ആ കുട്ടിയുടെ നേരെ ആരും വില ചൂണ്ടുന്നില്ല. എന്തുകൊണ്ട് നീ നിർത്തി എന്ന് ആരും ചോദിക്കുന്നില്ല. ഈ കുട്ടി എന്നോട് പറയാണ് ഞാൻ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ നിർത്തി. ഈ ഞാൻ എന്ന ഭാവം കുട്ടിയിൽ എന്തുകൊണ്ടുണ്ടായി? റോങ് പാരന്റിങ് ആണ്. അതല്ലെങ്കിൽ എൻ്റെ പാരന്റ് എന്നെ പഠിപ്പിക്കാൻ എന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ പാരന്റ് എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ല എന്ന് ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ സത്യം കിടക്കുന്നുണ്ട്. ആ കുട്ടി അത് പറയുന്നില്ല. ആ കുട്ടിയിൽ കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്നത് എന്താണ്? റോങ് പാരന്റിങ് മൂലം ഞാൻ എന്ന ഭാവമുണ്ട്. ആ ഞാൻ എന്ന ഭാവമാണ് പിന്നീട് ലൈഫിൽ കംപ്ലീറ്റ് നമുക്ക് വരുന്ന പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് ഫാക്ടേഴ്സ് നോക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വില്ലനാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തെ തകിടം മറിക്കുന്ന ഒരു പ്രധാന വില്ലനാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സൈക്കോളജിയിൽ പല അസുഖങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ട് കുറേ അസുഖങ്ങൾ കുട്ടികൾക്ക് വരാറുണ്ട്. നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നതും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതും എന്നാൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പല അസുഖങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നിങ്ങൾ കുറേ ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ടാവാം. വിംബിൾ അക്കാഡമിയിലെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു തരലും പഠിപ്പിക്കലുമാണ്. ഞാൻ ആ ഏരിയയിലേക്ക് പോകുന്നില്ല. ഇവിടെ സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഫാക്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. കുട്ടി എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ട ആളുകൾ നമ്മൾ പാരൻസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ പണ്ട് നമ്മൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. എന്താ ടൈം ടേബിൾ? ആ കുട്ടി ഒരു വർഷത്തിൽ ഇത്ര എമൗണ്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ, ഫിസിക്സ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഇതെല്ലാം ആൾറെഡി കമ്മിറ്റഡ് ആണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമുക്കൊരു ഫുഡ് ചാർട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് തോന്നുന്നത് അന്ന് രാവിലെ അമ്മക്ക് എന്താ തോന്നുന്നത്? അമ്മ അത് കൊത്തി നുറുക്കി ചട്ടിയിലേക്ക് ഇടുന്ന ഒരു കറി വെക്കുന്നു, ഒരു ചോറ് വെക്കുന്നു. ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ ദിവസവും നമുക്കൊരു ഫുഡ് ഇൻടേക്ക് കൺട്രോൾ ചെയ്യണം. എങ്ങനെ? ഇന്ന ഫുഡ് കഴിച്ചാൽ എനിക്ക് എത്ര മഗ്നീഷ്യം ലഭിക്കും, എത്ര സോഡിയം ലഭിക്കും, എത്ര സെലനിയം ലഭിക്കും, എത്ര പ്രോട്ടീൻസ് ലഭിക്കും, ഇതെല്ലാം പ്ലാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പാരൻസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാരന്റിങ് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. ആരത് പറഞ്ഞുതരാം? ആരും പറഞ്ഞുതരാൻ പോകുന്നില്ല. ഒരു അക്കാഡമിക് ബുക്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ പോകുന്നില്ല. ദിസ് ഇസ് ഔട്ട് ഓഫ് ദ സബ്ജക്ട്, ഔട്ട് ഓഫ് ദ യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ മാറ്റർ. പാരന്റിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് അല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സൽ മാറ്റർ. അതിലേക്ക് നമ്മൾ പോവണമെങ്കിൽ എന്ത് ചെയ്യണം? പാരൻ്റായ നമ്മൾ ഓരോ ഘട്ടത്തിലും ഒരു മെന്ററിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്ക് ഇത്ര കുട്ടികളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഞാൻ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയും ഒരു ഉൾക്കാഴ്ചയും നമ്മുടെ പാരന്റിങ് സ്റ്റൈലിൽ നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ഇന്നത്തെ ഒരു കുറഞ്ഞ സെഷനിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ പാരന്റിങ് സെഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നമ്മൾ 1-to-1 സിറ്റിംഗ് എല്ലാം നടത്തി ചെയ്യേണ്ട ഒരു വലിയ സംഭവമാണ്. നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്കൊരു അരമണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. സോ അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഡിസ്കഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Wimble management and Sajina, thank you very much for this opportunity. Back to you for discussions. Thank you.
യെസ്, ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോയിക്കോളൂ, സമയം അനുവദിക്കുമെങ്കിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Good morning, sir. ഗുഡ് മോർണിംഗ്. Very wonderful session. വളരെ എഡ്യൂക്കേറ്റീവ് ആയിരുന്നു സർ. ബട്ട് എനിക്ക് ഇപ്പോൾ ഈ സ്റ്റേജ് ഓഫ് മൈ ലൈഫിൽ ഞാൻ റിയലൈസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്നുള്ളത്. അതേ രീതിയിൽ എനിക്ക് 2-3 കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പേരൻസ്, ഇതിലെ ഒരു വലിയ ക്രൗഡ് യങ്സ്റ്റേഴ്സ് ആണ്. പിന്നെ നമ്മളുടെ ബിംബൽ അക്കാഡമിയിൽ ഫ്യൂ ഓഫ് us only are elders. So at least this they can implement in their lives. ഈ സാറിന് പറഞ്ഞു തന്നതൊക്കെ ഡെഫിനറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് നല്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് ബെറ്റർ സേഫ് സൊസൈറ്റി. ഫസ്റ്റ് തിങ് എനിക്ക് ഫീൽ ചെയ്ത് ഈ മാതിരി കാര്യങ്ങൾ ഡിഗ്രി ലെവലിലോ സാർ പറഞ്ഞില്ലേ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളത്. ഐ തിങ്ക് in a small way we can introduce the parenting ആയിട്ട് സ്കൂൾ ലെവലിലും എന്തൊക്കെ ഹാബിറ്റ്സും ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ബിഫോർ മാരേജും ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഒരു ഹൗ ടു ഗോ ഓൺ ഇൻ എ ഫാമിലി എന്നുള്ളതും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ്. അതേ രീതിയിൽ ഇറ്റ് വാസ് റിയലി എഡ്യൂക്കേറ്റീവ് ബിക്കോസ് ഈ സ്റ്റേജസും അതിൽ എങ്ങനെയാണ് ഒരു പേരന്റ് കൊണ്ടുപോകണം എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഐ നോട്ട് ഡൺ ദീസ് മെനി ഓഫ് ദ തിങ്സ് ഇൻ ടു മൈ ചിൽഡ്രൻ. അതേ രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് നമ്മളാണ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ wrongs done by our children എന്നുള്ളത് സർ മനസ്സിലാക്കി തന്നു. എനിവേ അവർ law says that we have to punish the person who has committed it എന്നുള്ളത്. ഐ തിങ്ക് സാറുടെ ഈ ഒരു സെഷൻ നമ്മൾ പിന്നെയും കേട്ടാൽ മാത്രമേ അത് നമ്മളുടെ ഇതിൽ രജിസ്റ്റർ ആയിട്ട് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. സാർ പറഞ്ഞ മാതിരി 1-to-1 ആവുമ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. താങ്ക് യു ഫോർ എഡ്യൂക്കേറ്റിംഗ് us and giving us so much of knowledge. And I think we need more sessions on this. കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ട് ഒരു ടോപ്പിക്സ് വെച്ചിട്ട് പോകുമ്പോൾ I think it will be more effective to each one of us. Thank you very much for this educative and informative session. താങ്ക് യു. നമ്മുടെ വക്കീലല്ലേ സംസാരിക്കുന്നത്? Yes, sir. നമ്മൾ മുമ്പേ സെഷനിൽ ഉണ്ടായിരുന്നു ഒന്നിച്ചു. അറിയാം. Yes, sir. I try to attend maximum. Very informative sessions. Morning freshness, we can learn a lot. I'm interested, and I can also help the youngsters wherever possible. Or attitude kondana I join this. Thank you. Thank you. Next feedback, please. സർ, ഞാൻ അസീല. ഞാൻ ഇടയ്ക്കൊക്കെ കയറാറുണ്ട് മോർണിംഗ് സർക്കിളിൽ. എനിക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി. നല്ലൊരു ഇതായിരുന്നു. നല്ല ടോപ്പിക്കായിരുന്നു. അത് നമ്മൾ ശരിക്കും എൻ്റെ മക്കളൊക്കെ വലുതായി, ബട്ട് അവര് ശരിക്കും ഇത് നമ്മൾ സ്കൂൾ ലെവലിൽ നിന്ന് ഇപ്പോൾ ഈ പ്ലേ സ്കൂൾ തുടങ്ങിയിട്ട് LKG UKG അങ്ങനെ നമ്മൾ സ്കൂൾ മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കേണ്ട ഒരു സെഷനായിരുന്നു സാർ. ഭയങ്കര ഇൻഫർമേഷൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം. പിന്നെയും കേട്ടാൽ മാത്രമേ അത് കറക്റ്റ് രജിസ്റ്റർ ആവുള്ളൂ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ നല്ല സെഷനായിരുന്നു സാർ. താങ്ക് യു സർ. നമുക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ മാറ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം പാരന്റിങ് നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ല രൂപത്തിൽ പാരന്റ്സിന് കിട്ടുന്ന ഒരു വേദി അറിയുന്ന സ്കൂൾ മാത്രമാണ്. അപ്പോൾ ഒരു 1 day സെഷനൊക്കെ പാരന്റ്സ് വരികയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. ടീച്ചേഴ്സിന് വളരെ ഉപകാരമാണ് നല്ല പാരന്റിങ് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം പാരന്റിങ് കൊടുത്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വരും. അതെ സാർ, ഇത് നമ്മളെ അതായത് ക്ലാസ്സുകളിലുള്ള മീറ്റിങ്ങുകൾ, അതായത് തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങനെ ചെയ്യണം, പാരൻസിനും ഒപ്പം ടീച്ചേഴ്സിനും അത് അറിയുകയാണെങ്കിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാൻ പറ്റും.
അതെ അത് അതെ തന്നെ അതെ ശരിക്കും അത് നമുക്ക് ആ ഒരു അറിവ് നമ്മളാരെ കുറ്റം കൊണ്ടല്ല, നമ്മളെ സിലബസിൽ അത് ഇല്ലാത്തത് കൊണ്ടോ ഈ പറഞ്ഞ മാതിരി സോഷ്യലായിട്ടുള്ള അവയർനെസ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ കടന്നുപോയി. പക്ഷെ ഇനി വരുന്ന പാരൻസിനെങ്കിലും നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റുമല്ലോ. അതൊരു വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു സാർ. തീർച്ചയായും നമുക്ക് ചെയ്യാം. ട്രൂ സർ. എന്തറിയോ, ഇപ്പോ സർ പറയണത് നമ്മളുടെ എഡ്യൂക്കേഷൻ 24 ഇയേഴ്സ് വരെ കംപ്ലീറ്റ് ആവും. അനദർ 24 ഇയേഴ്സ് ഓഫ് അവർ ലൈഫ് വി ഹാവ് ടു ഡിവോട്ട് ഫോർ എ ഗുഡ് സൊസൈറ്റി. ബാക്കി ആ എഡ്യൂക്കേഷൻ 24 ഇയേഴ്സ് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നത് റിയൽ ലൈഫിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനല്ല. നമ്മളൊരു ജോബ് കയറി അതിങ്ങനെ പോകണം. ബട്ട് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി പേരൻസിന്റെ ആണ്. ഈ പേരൻസ് നല്ലൊരു സൊസൈറ്റി വാർത്തെടുക്കണം. പിന്നെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, സർ പറഞ്ഞത് എനിക്കത് വളരെ ഫീൽ ആയ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു ജനറേഷൻ ഈ മാതിരി ഉള്ള പ്രോബ്ലംസ് ഇന്ന് സൊസൈറ്റിയിൽ കാണുന്നത് സെൽഫായിട്ട് പല കാര്യങ്ങളും ലേൺ ചെയ്തതാണെന്നുള്ളത് ഫീലായി. മേ ബി ഒരു വലിയ ക്രൗഡ് ഇസ് ദെയർ വെരിൻ സെൽഫായിട്ട് ഇത് തെറ്റാണ് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു. പക്ഷെ ഇനിയുള്ള ഒരു ജനറേഷൻസിന് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി കൂടാണ്. ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഇൻ ലൈഫ് ഈസ് ഗോയിങ് ടു ബി പേരന്റിങ്. താങ്ക് യു. ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെന്റ് സെഷൻസ് സർ. നോർമലി ഞാൻ കുറെ പേരന്റിങ് ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ട്. ഇത് ഒരു നമ്മളുടെ മീതെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഇടയിൽ ഒരു ചേഞ്ച് വേണം. ആസ് എ പേരന്റ് വി നീഡ് ചേഞ്ച് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത ഒരു സെഷൻ ആണ്. താങ്ക് യു Yes, മാഡം. yes. നെക്സ്റ്റ് വൺ പ്ലീസ്. താങ്ക് യു സർ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പാരന്റ് സെഷനൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ടെങ്കിലും ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാറിന്റെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിന്റ്സ്. പിന്നെ ഒന്നുകൂടെ കണ്ടിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരുന്നു സാർ സെഷൻ. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെയുള്ള സെഷനായിട്ട് വരണം. താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ മാഡം. പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. വിഷിംഗ് യു ഓൾ എ We'll meet again. We'll meet again with another subject. യു. yes sir.